അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രണ്ട് മുഖ്യമായ വിഷയം കണ്ണേറും അതേപോലെ തന്നെ അസൂയ എന്നുള്ളത്. അപ്പോൾ കണ്ണേറിനിക്കും അസൂയക്കും പരിഹാര മാർഗമാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഒരു കാവല് ലഭിക്കണം കണ്ണേറിൽ നിന്ന്. അതേപോലെ തന്നെ അസൂയക്കാരുടെ ഫിത്നയിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കാൻ, അവരുടെ കുതന്ത്രങ്ങളിൽ നമ്മെ അള്ളാഹു തല പെടുത്താതിരിക്കാൻ പരിഹാര മാർഗമാണ് ഈ ക്ലാസ്സുകൾക്ക് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കണ്ണീർ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അസൂയ എന്നുള്ളത് വല്ലാത്ത ഡേഞ്ചറാണ്. അപ്പോൾ ഈ രണ്ട് വിഷയത്തിൽ നമുക്കൊരു കാവൽ അള്ളാഹുവിന്റെ ഭാഗത്ത് പ്രത്യേകമായ ഒരു ഹിഫ്ള് ലഭിക്കാൻ മഹാന്മാർ പഠിപ്പിച്ച വല്ലാത്ത അത്ഭുത ഫലം ലഭിക്കുന്ന ദിവസവും നാം നമ്മുടെ ശരീരത്തിന് ഓതി മന്ത്രിക്കുകയും നമ്മുടെ മക്കൾക്ക് ഓതി മന്ത്രിക്കുകയും ചെയ്താൽ ഒരിക്കലും കണ്ണീർ തട്ടാതിരിക്കാനുള്ള ഒരു പരിഹാര മാർഗമാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു തവണ ചൊല്ലണം. അതിനുശേഷം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന് ഒരു തവണ ചൊല്ലണം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന ആയത്തും ഒരു തവണ ചൊല്ലണം. അപ്പോൾ ഈ മൂന്ന് ആയത്തും ഓരോ തവണ ചൊല്ലി ഓതി മന്ത്രിക്കുക. സ്വന്തം ശരീരത്തിന് ഓതി മന്ത്രിക്കുക. മക്കൾക്കും അതേപോലെ തന്നെ വീട്ടിൽ ആരൊക്കെയുണ്ടോ, അവർക്ക് ഓതാൻ കഴിയാത്ത ആരൊക്കെയുണ്ടോ അവർക്ക് ഓതി മന്ത്രിക്കാം. കണ്ണീർ തട്ടുകയില്ല. എത്ര വലിയ അയിനാണെങ്കിലും അത് അള്ളാഹു തആല തട്ടിക്കളയും ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട്. അതേപോലെ തന്നെ അസൂയയിൽ നിന്ന്, അസൂയാലുക്കൾ വളർന്നു വരുന്ന കാലമാണ്. എന്ത് ചെറിയ വിഷയത്തിൽ അസൂയയാണ്. നല്ലൊരു വീട് വെക്കാൻ വേണ്ടി ഒരാൾ റെഡിയാകുമ്പോൾ അദ്ദേഹത്തോട് അസൂയ കാണിക്കുകയാണ്. അപ്പോൾ അസൂയക്കാരുടെ ഒരാൾക്ക് അസൂയ മൂത്താൽ പിന്നെ അദ്ദേഹം എന്തും ചെയ്യും. സിഹ്റടക്കം ചെയ്യുന്നത് അസൂയ കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം പോവാതിരിക്കാൻ, അങ്ങനെ പോവാണെങ്കിലും നമുക്ക് അല്ലാഹു തആല അവരുടെ ആ കുതന്ത്രങ്ങൾ, അവരുടെ തടസ്സങ്ങൾ നമുക്ക് ഏൽക്കാതിരിക്കാൻ പരിഹാര മാർഗമാണ് സൂചിപ്പിക്കുന്നത്. യാ മുദില്ലു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ് എന്ന മഹത്തായ അള്ളാഹുവിന്റെ പരിശുദ്ധ നാമത്തെ 75 തവണ ചൊല്ലണം. അതിനുശേഷം യാ മുദില്ലു കുല്ലു ജബ്ബാരിൻ ബിഖഹ്രിൻ അസീസിൻ സുൽത്താനിഹി എന്ന ഈ ഒരു ദിക്റും കൂടെ അതിനോടൊപ്പം അവസാനമായി ഒന്ന് ആഡ് ചെയ്യണം. ഒരു തവണ ഇതും അതിന് മുമ്പായി യാ മുദില്ലു യാ അല്ലാഹ് 75 തവണ ചൊല്ലി പിന്നെ ഒരു തവണ ഇത് ചൊല്ലി സ്വന്തം ശരീരത്തിൽ മന്ത്രിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മെല്ലാവരെയും കണ്ണീറിൽ നിന്നും അസൂയയാൾക്കളുടെ അസൂയയിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.